അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഇന്നിപ്പോ BJP നേതാവ് മുക്താർ അബ്ബാസ് നഖ്വി ഈ വിഷയത്തെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ പ്രതികരണമാണ്. അവിശ്വാസികളായ ആളുകളൊന്നും ഈ അയോധ്യയിൽ ഇപ്പോൾ നടന്ന മോഷണത്തെ പറ്റിയുള്ള ഈ വാർത്തകൾ, ഇപ്പോൾ പുറത്തു വരുന്ന അയോധ്യയിലെ ക്രമക്കേട്, തട്ടിപ്പ്, മോഷണം, ഇതേക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ വിശ്വാസികൾ നോക്കിക്കൊള്ളും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പൊതുവെ നമുക്കൊരു മടിയുണ്ട്, അല്ലെങ്കിൽ ഒരു മടിച്ചു നിൽക്കലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, അത് ക്ഷേത്രം വിശ്വാസികൾ നൽകുന്ന കാണിക്കയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പുറത്തുള്ളവർ അഭിപ്രായം പറയണോ എന്നതൊക്കെ. പക്ഷേ ഇത്തരം വലിയ ക്ഷേത്രങ്ങൾ, അതിപ്പോൾ ശബരിമലയായാലും ശരി, പത്മനാഭസ്വാമി ക്ഷേത്രമായാലും ശരി, തിരുപ്പതി ആയാലും ശരി, ഇപ്പോൾ അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രമായാലും ശരി, ഇവിടുത്തെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഈ വിശ്വാസത്തിന്റെ ഒരു മേലാപ്പ് വരുന്നതോടുകൂടി അതിലൊരു സുതാര്യത ഇല്ലാതാവുന്നുണ്ടോ? നമ്മളിപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞു. പണ്ട് ട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നത് ശരി, ഇപ്പോൾ അത് വിശ്വാസമാണെങ്കിലും അല്ലെങ്കിലും ഓരോ പൈസയ്ക്കും, അവിടെ എത്തുന്ന ഓരോ പൈസയ്ക്കും, വിശ്വാസം നമുക്ക് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കാം, പക്ഷെ അവിടെ എത്തുന്ന പൈസ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു സുതാര്യത ആവശ്യമായിട്ടുള്ള കാലമല്ലേ ഇത്? അത് ശബരിമല തൊട്ട് തുടങ്ങുന്നു ആ ചോദ്യം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മാതൃഭൂമി ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഈ വാർത്തയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വാർത്തകൾ പോലും മുഖ്യധാര മാധ്യമങ്ങൾക്കകത്ത് പോലും മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ ഫണ്ടിനകത്തുള്ള അല്ലെങ്കിൽ ഡൊണേഷനകത്തുള്ള തിരിമറി എന്ന രീതിയിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള കളവ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ഗുരുതരമായ ആരോപണങ്ങളെ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോലും ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. ഞങ്ങൾ വിമർശനപരമായി ഗോദി മീഡിയ എന്ന് വിളിക്കുന്ന മീഡിയ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വളരെ വിചിത്രമായ ഒരു സത്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഈ പറയുന്ന രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു എന്നുള്ള വാർത്തകൾ വരുന്ന സമയത്ത് പോലും അതിനെ ഗൗരവമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, തലക്കെട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പിന്നെ മീഡിയക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് തയ്യാറാകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പറയുന്ന രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിനെ നിയോഗിച്ചിരിക്കുന്നത് ആരാണ്, നിയമിച്ചത് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി നിയമിക്കുന്ന ഈ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആരാണ്? അത് VHPയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പിന്നെ ഒരു റായ് ആണ്. അദ്ദേഹത്തിന്റെ ചമ്പത് റായ് എന്ന് പറയുന്ന ഈ പിന്നെ ഈ രാമജന്മഭൂമി ട്രസ്റ്റിന്റെ സെക്രട്ടറിക്കെതിരെ നേരത്തെ തന്നെ ആരോപണം, ഈ പിന്നെ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കോടി രൂപയുടെ ഭൂമി 18 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു, 2.5 കോടി രൂപയുടെ ഭൂമി 24 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 5 കോടി രൂപയുടെ പിന്നെ വില വരുന്ന ഭൂമി പിന്നെ 55 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ അന്ന് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഓരോ ആ ക്ഷേത്രത്തെ സംബന്ധിച്ച്, ആ ക്ഷേത്രം സന്ദർശിച്ചിരിക്കുന്ന മലയാളികളായിട്ടുള്ള ഭക്തർക്കുൾപ്പെടെ അറിയാം, അതിന്റെ ഓരോ മൂലയ്ക്കും ഓരോ 50 മീറ്ററിനകത്തും CCTV ക്യാമറകളുണ്ട്. ഓരോ പിന്നെ കോർണറിലും അതിനകത്ത് കൃത്യമായിട്ടുള്ള സുരക്ഷാ ഭടന്മാരുണ്ട്. ഇവരെയെല്ലാം പിന്നെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരെയെല്ലാം മൗനികളാക്കിക്കൊണ്ട് ഈ CCTVകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ VHPയുടെ നേതാവ് തന്നെ, അദ്ദേഹത്തിന്റെ ആളുകൾ അവിടെ നിന്ന് വിവിധ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ, ഈ ചമ്പത് റായിയുടെ പിന്നെ അനുചരന്മാർക്ക് അവിടെ നിന്ന് അവരുടെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള CCTV ഫുട്ടേജുകൾ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പൊ രാജ്യത്തെ വിശ്വാസികളുടെ, ഈ ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഐക്കണായി ചൂണ്ടിക്കാണിച്ചിരുന്ന BJPക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി അവർ ഉപയോഗിച്ച രാമക്ഷേത്രത്തെ തന്നെ കൊള്ളയടിക്കാൻ വേണ്ടി BJPയുടെയും RSSന്റെയും VHPയുടെയും നേതാക്കന്മാർ തയ്യാറാകുന്ന സമയത്ത് അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ നിയമിച്ച പ്രധാനമന്ത്രി മോഡി 56 ഇഞ്ച് പിന്നെ നെഞ്ചളവുള്ള അദ്ദേഹത്തെ അടുത്ത നിമിഷം പുറത്താക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റു പരിപാടികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് അവിടെ ഓടിയെത്തിക്കൊണ്ട് ഈ പറയുന്ന ഈ ആരോപണങ്ങളെല്ലാം കവറപ്പ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ സംബന്ധിച്ച് വളരെ പിന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് ആ ആരോപണങ്ങളെ വസ്തുതാപരമായി പരിശോധിക്കാനോ അല്ലെങ്കിൽ ആരോപണ വിധേയ ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്താനോ വേണ്ടി തയ്യാറാകാത്ത, ഇപ്പൊ നമുക്കറിയാമല്ലോ ED ഏതൊക്കെ പിന്നെ ആളുകളുടെ വീടുകളിലാണ് കയറി ഇറങ്ങുന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ വീടുകളിലും പ്രതിപക്ഷ നിരയുള്ള ആളുകളുടെ വീടുകളൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് യഥാർത്ഥ കൊള്ള നടക്കുന്ന പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള EDയോ CBIയോ മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികളോ പിന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോ എൻഫോഴ്സിംഗ് ഏജൻസികളോ പോകാൻ തയ്യാറാകാതെ ഈ ഇന്ത്യയിലെ പിന്നെ BJPയുടെ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ പോയി അവിടെയുള്ള ഇത്തരം ഈ കൊള്ളകളെ മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ
ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ആരോപണ വിധേയ, ഈ ഘട്ടത്തിലല്ല നേരത്തെ തന്നെ ആരോപണ വിധേയ ആളുകളാണ് ചമ്പത് റായ് ഉൾപ്പെടെയുള്ള BHP നേതാക്കന്മാർ. അവർക്കെല്ലാം പൂർണ്ണമായുള്ള പിന്തുണ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നൽകുന്നതിന്റെ ഭാഗമായാണ് ഇപ്പൊ വീണ്ടും വലിയ രീതിയിലുള്ള കൊള്ളകളിലേക്ക് പോകാൻ വേണ്ടി അവർക്ക് തയ്യാറാകാൻ അവർക്ക് സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്റെ സഹപാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തിയല്ല ഇവിടെ കൊള്ളയാണ്, പണമാണ് മുഖ്യം എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയിലെ ഭരണ നേതൃത്വം BJPയും RSSും മാറിയിരിക്കുന്നു. അതിന് കുട പിടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണ നേതൃത്വം മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന രാമജന്മഭൂമി ക്ഷേത്രത്തിലൂടെ നമുക്ക്, അയോധ്യ ക്ഷേത്രത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.